ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 kg ബോൺലെസ് ചിക്കൻ എടുത്ത് വെച്ചിരിക്കുന്നത്, ക്യൂബ്സ് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഞാൻ 1 kg ആണ് ചിക്കൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തന്തൂരി ചിക്കൻ മസാലയും ഇട്ട് കൊടുക്കാം. ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം. നല്ല ജ്യൂസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് തൈര് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1 ടേബിൾ സ്പൂണ് സോയ സോസ് ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു പിഞ്ച് കളർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒന്നും ആഡ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇപ്പം ഞാനൊരു പാൻ ചൂടാകാൻ വെച്ചിരിക്കുന്നത്, അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് 2 മീഡിയം സൈസ് സവാളയും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. വലിയ കഷ്ണങ്ങളാക്കി ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതിലോട്ട് ഒരു 3 തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 6 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2-3 പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 10-15 കാഷ്യൂ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ 1/4 കപ്പ് കാഷ്യൂ. പിന്നെ ഒരു ബേ ലീഫ്, ഒരു പട്ട, ഒരു ഏലക്ക, വേണമെങ്കിൽ കുറച്ച് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക്. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നത്, ഉള്ളി തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് 25 ഗ്രാം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്വിച്ച് ഓഫ് ചെയ്യാം ഗ്യാസ്. എന്നിട്ട് കൂളായതിന് ശേഷം ബ്ലെൻഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും ആഡ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് കുക്കാവട്ടെ. ഇപ്പം നമ്മുടെ ചിക്കന് നന്നായി ഫ്രൈ ആയി വന്നിരിക്കുന്നത്. ഏകദേശം 10 മിനിറ്റ് എടുത്തു ഇത് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട്. ഇപ്പം നമുക്ക് ബ്ലെൻഡ് ചെയ്ത് വെച്ച പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതേ ജാറിൽ ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫ്രൈ ചെയ്ത അതേ പാനിൽ തന്നെ ഈ പേസ്റ്റും ആഡ് ചെയ്തിരിക്കുന്നത്. എന്താ വെച്ചാൽ ഈ ചിക്കൻ്റെ സ്റ്റോക്കൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും, അത് കളഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാകത്തില്ല. ഇപ്പം നമുക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം, 1/2 ടീസ്പൂണ്. എന്നിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം, ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ആഡ് ചെയ്യാവൂ. ഇപ്പം നമുക്ക് ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീമും ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പ് എന്ന് വെച്ചാൽ ഏകദേശം 125 ml ആണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കറി വീണ്ടും നന്നായി തിളച്ച് വന്നിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഒരു 25 ഗ്രാം ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മൾ കറി റെഡിയാണ്. ഇപ്പോൾ ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മൾ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുന്നത്. നല്ല തിക്ക് ഗ്രേവിയാണ്, നല്ല ക്രീമി ടെക്സ്ചറും കൂടി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. നല്ല ഈസി ആയിട്ടാണ് ഉണ്ടാക്കിയത്. ഇത് പൊറോട്ടൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ ഒക്കെ നിങ്ങൾക്ക് കഴിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്